Welcome to a video explaining a brief summary of the lesson Adventures in a Banyan Tree. 10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന കഥയുടെ ഒരു സമ്മറിയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. Adventures in a Banyan Tree by Ruskin Bond. The narrator, the boy says that the house and grounds of their home in India were his grandfather's domain, and the old magnificent banyan tree was his. ഈ കഥയിലെ നറേറ്ററും പ്രധാന കഥാപാത്രവുമായ കുട്ടി പറയുന്നത് ഇന്ത്യയിലെ അവരുടെ വീടും പറമ്പും അവന്റെ മുത്തച്ഛന്റെ ഡൊമൈൻ സാമ്രാജ്യമായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന വളരെ പഴക്കം ചെന്നതും പ്രൗഢഗംഭീരവുമായിരുന്ന ഒരു ആൽമരം അവൻ്റേതായിരുന്നു. Grandfather at the age of 65 could no longer climb the tree. 65 വയസ്സിലെത്തി നിൽക്കുന്ന മുത്തച്ഛന് മരം കയറാൻ കഴിയുമായിരുന്നില്ല. Grandmother used to tease grandfather about this. ഇതിന്റെ പേരിൽ ഗ്രാൻഡ്മദർ എപ്പോഴും ഗ്രാൻഡ്ഫാദറിനെ കളിയാക്കാർ പതിവായിരുന്നു. The boy made friendship with one small grey squirrel. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഗ്രേ നിറത്തിലുള്ള അണ്ണാനുമായി ആ കുട്ടി സൗഹൃദമുണ്ടാക്കി. Soon it became friendlier enough to take food from his hands. വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയുടെ കയ്യിൽ നിന്നൊക്കെ ഭക്ഷണം സ്വീകരിക്കാൻ പാകത്തിന് ആ അണ്ണാൻ കുട്ടിയുമായി കൂടുതൽ അടുത്തു. In the spring, when the banyan tree was full of red figs, birds of all kinds would flock into its branches, and it became the noisiest place on the road. സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ ചുവന്ന പഴങ്ങളാൽ ആൽമരമാകെ നിറയും. ആ സമയത്ത് എല്ലാത്തരം പക്ഷികളും ആ മരത്തിന്റെ ചില്ലകളിലേക്ക് ചേക്കേറും. അതുവഴി തെരുവിലെ ഏറ്റവും ശബ്ദകോലാഹലം നിറഞ്ഞ സ്ഥലമായി അവിടെ മാറുകയും ചെയ്യും. He had built a platform halfway up the tree. ആ മരത്തിന്റെ പകുതി ഉയരത്തിൽ കുട്ടി ഒരു പ്ലാറ്റ്ഫോം പണിതിട്ടുണ്ടായിരുന്നു. അവൻ ഇരിക്കാൻ പാകത്തിന് ഒരു തട്ട് പണിതിട്ടുണ്ടായിരുന്നു. He used to spend his afternoons sitting there reading books and seeing various sights. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിച്ചും വിവിധങ്ങളായ കാഴ്ചകൾ കണ്ടും സമയം ചെലവഴിക്കാർ പതിവായിരുന്നു. He read various kinds of books such as Treasure Island, Huckleberry Finn, The Mowgli Stories, and the novels of Edgar Rice Burroughs and Louisa May Alcott. ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് വിവിധങ്ങളായ പുസ്തകങ്ങൾ കുട്ടി വായിക്കാറുണ്ടായിരുന്നു. ട്രഷർ ഐലൻഡ്, ഹെക്കിൾബെറി ഫിൻ, ദ മോഗ്ലി സ്റ്റോറീസ്, അതുപോലെ തന്നെ നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബെറോസ് ആൻഡ് ലൂയിസ മേ അൽക്കോട്ട്, ഇതൊക്കെയായിരുന്നു അവൻ വായിച്ചിരുന്ന പുസ്തകങ്ങൾ. One April afternoon, when everyone was indoors due to warm breezes of the approaching summer, the boy witnessed a dreadful fight between a cobra and a mongoose. ഒരു ഏപ്രിൽ മാസം ഉച്ചയ്ക്ക് ശേഷം അടുത്തുകൊണ്ടിരിക്കുന്ന വേനൽക്കാലത്തിൻ്റെ ശക്തമായ ചുടുകാറ്റിനാൽ എല്ലാവരും വീടിനകത്തായിരുന്നപ്പോൾ ഒരു കീരിയും ഒരു കോബ്രയും തമ്മിലുള്ള ഘോരമായ ഒരു പോരാട്ടത്തിന് കുട്ടി സാക്ഷ്യം വഹിച്ചു. He was sitting on the platform as usual. അവൻ താൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന പ്ലാറ്റ്ഫോമിൽ പതിവ് പോലെ ഇരിക്കുകയായിരുന്നു. Suddenly a huge black cobra came out from the cactus clump and a mongoose also emerged from the bushes. വളരെ പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മുൾച്ചെടി കൂട്ടത്തിൽ നിന്ന് കറുത്ത വളരെ വലിയ ഒരു മൂർഖൻ പുറത്തേക്ക് വന്നത്. അതോടൊപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് ഒരു കീരിയും പ്രത്യക്ഷപ്പെട്ടു. They came face to face in a clearing beneath the banyan tree. അവർ രണ്ടുപേരും കുട്ടിയിരിക്കുന്ന ആൽമരത്തിന് തൊട്ട് താഴെ ഉണ്ടായിരുന്ന തുറസായ ഒരു സ്ഥലത്ത് മുഖാമുഖം വന്നു നിന്നു. Two other spectators, a myna and a jungle crow, also arrived there. മറ്റു രണ്ട് കാഴ്ചക്കാരും, അതായത് ഒരു മൈനയും ഒരു ജംഗിൾ ക്രോ, ഒരു കാട്ടുകാക്കയും അതേ സ്ഥലത്ത് വന്നു ചേർന്നു.
Hissing defiance, the cobra raised 3 of his 6 feet off the ground and spread his broad hood. വളരെ ധാർഷ്ട്യത്തോടുകൂടി ചീറ്റിക്കൊണ്ട് 6 അടി നീളമുണ്ടായിരുന്ന ആ കോബ്ര 3 അടിയും തറയിൽ നിന്ന് ഉയർന്നു നിന്ന് പത്തി വിടർത്തി അങ്ങനെ നിന്നു. The mongoose bushed his tail and the long hair on his spine stood up. കീരിയും തന്റെ വാലിലെയും മുതുകത്തെയും രോമങ്ങളെല്ലാം വിടർത്തിക്കൊണ്ട് പോരാട്ടത്തിന് തയ്യാറായി നിന്നു. The cobra stood on the defensive and the mongoose started attacking. കോബ്ര പ്രതിരോധം തീർത്തു, എന്നാൽ കീരി ആക്രമണം തുടങ്ങി. It was really a dreadful battle of champions. തീർച്ചയായിട്ടും ഭയാനകമായ പേടിപ്പെടുത്തുന്ന ചാമ്പ്യന്മാരുടെ ഒരു പോരാട്ടം തന്നെയായിരുന്നു അത്. The myna and crow also participated in the battle, and the crow collided heavily with the cobra and lost its life. മൈനയും കാക്കയും ആ പോരാട്ടത്തിൽ പങ്കുചേർന്നു. എന്നാൽ കോബ്രയുമായി ശക്തമായി കൂട്ടിയിടിച്ച് കാക്കയ്ക്ക് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. The mongoose attacked the cobra severely, bit on its back several times, and finally the cobra died. കീരി വളരെ രൂക്ഷമായി കോബ്രയുമായി പോരാട്ടം തുടർന്നു. പല പ്രാവശ്യം കോബ്രയുടെ മുതുകത്ത് കീരി കടിച്ച് പരിക്കേൽപ്പിച്ചു. അങ്ങനെ അവസാനം കോബ്രയ്ക്ക് അതിന്റെ ജീവൻ പൊലിഞ്ഞു. The myna congratulated the mongoose with a shrill cry and flew away. ശക്തമായ ഒരു ശബ്ദമുണ്ടാക്കി കീരിയെ അഭിനന്ദിച്ചുകൊണ്ട് മൈന എങ്ങോ പറന്നുപോയി. Grandfather and grandmother were happy to know that the mongoose won the fight. കീരി ആ പോരാട്ടം ജയിച്ചു എന്നറിഞ്ഞതിൽ ഗ്രാൻഡ്ഫാദറും ഗ്രാൻഡ്മദറും വളരെയധികം സന്തോഷിച്ചു. They had encouraged the mongoose to live in the garden, as he was useful to keep snakes away from the house and garden. പാമ്പിനെ തുരത്താൻ, അവരുടെ വീട്ടിൽ നിന്നും ആ ഗാർഡനിൽ നിന്നും പാമ്പുകളെ തുരത്താൻ വളരെയധികം സഹായകരമായിരുന്നു മംഗൂസ് എന്ന കാരണത്താൽ അതിനെ അവിടെ വളരാൻ ഗ്രാൻഡ്ഫാദറും ഗ്രാൻഡ്മദറും പ്രോത്സാഹിപ്പിച്ചിരുന്നു. Grandfather had brought home a white rat from the bazaar, and the boy used to take it with him to the banyan tree. Grandfather ബസാറിൽ നിന്ന്, ചന്തയിൽ നിന്ന് ഒരു വെളുത്ത എലിയെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. കുട്ടി ആ എലിയെ തൻ്റെ മരത്തിലേക്ക് അവൻ പോകുമ്പോഴൊക്കെ കൂടെ കൊണ്ടുപോകാറും പതിവായിരുന്നു. One day, grandmother's knitting was missing. ഒരു ദിവസം ഗ്രാൻഡ്മദറുടെ തയ്യൽ സാമഗ്രികൾ കാണാതെയായി. They searched for it everywhere without success. കാണാതായ തയ്യൽ സാമഗ്രികൾക്ക് വേണ്ടി അവർ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷേ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. Next day, the boy found something glinting in a hole in the banyan tree. പിറ്റേ ദിവസം ആ ആൽമരത്തിലെ ഒരു ഹോൾ, ഒരു പൊത്തിൽ എന്തോ ഒരു വസ്തു തിളങ്ങുന്നതായി കുട്ടി കണ്ടു. When he looked in the hole, he found 3 white squirrel babies among the wool in the hole. കൂടുതൽ ആ മരപ്പൊത്തിൽ നോക്കിയപ്പോൾ 3 വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെ കമ്പിളികൾക്കിടയിൽ കാണാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു. ആ മരപ്പൊത്താകെ തയ്യൽ സാമഗ്രികൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിൽ കമ്പിളി കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. ആ കമ്പിളികൾക്കിടയിൽ 3 വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെയും ആ കുട്ടി കണ്ടു. They were surprised and puzzled to see them. വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ട് അവരാകെ ആശ്ചര്യപ്പെട്ടു, puzzled, confused ആയി, ആശയക്കുഴപ്പത്തിലുമായി. But when the boy mentioned that he used to take the white rat to the tree, grandfather said that the white rat must be the father of the white squirrel babies. എന്നാൽ വൈറ്റ് റാറ്റ്, ആ വെളുത്ത എലിയെ താൻ കൂടെ കൂടെ ആൽമരത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗ്രാൻഡ്ഫാദർ പറഞ്ഞു, ആ വൈറ്റ് റാറ്റ് തന്നെയായിരിക്കും വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളുടെ ഫാദർ എന്ന്. He also said that rats and squirrels were related to each other and they could have offspring. ഗ്രാൻഡ്ഫാദർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. എലികളും
അണ്ണാനും പരസ്പരം ബന്ധമുള്ള ജീവിവർഗമാണ്. അവയ്ക്ക് പരസ്പരം മക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്നും ഗ്രാൻഡ് ഫാദർ വിശദീകരിച്ചു. ഇത്രയുമാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന കഥയുടെ സമ്മറിയും ആ കഥയിലെ പ്രധാന സംഭവങ്ങളും. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. ഇംഗ്ലീഷ് എജു സ്പോട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.